ഓഡിബിൾ ആണോ? ക്ലിയർ ആയോ? ഇപ്പം ഓക്കെ ആണോ ഇപ്പോ? ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ നമുക്ക് ഇപ്പൊ കേൾക്കാം. ഓക്കെ 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 ഫൈൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടൈം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ചാറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what percentage of blood is typically constituted by plasma? ഓക്കെ, ഇത് ജെഎൽഎയുടെ ആണ്. ജെഎൽഎക്കാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഒബ്വിയസ്ലി സിമ്പിൾ ആയിട്ടുള്ള അല്ലെ, കമ്പാരിറ്റീവ്ലി കുറച്ച് ഓക്കെ. സോ ഏതായിരിക്കും ആൻസർ? 45%, 55%, 8%. എത്രയാണ് ആൻസർ വരുക? നമുക്കറിയാം അല്ലെ, സെൻട്രിഫ്യൂജ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ പ്ലാസ്മ എന്ന് പറയുന്നത്. will be circling to the, so ഇവിടെ നിങ്ങൾക്ക് കാണാം, സെൻട്രിഫ്യൂജ് ചെയ്താല് നമുക്ക് പ്ലാസ്മ മേളിൽ കിടക്കുന്നത് സെഡിമെന്റ് ചെയ്യുന്നതാണ് RBC ആൻഡ് മിഡിൽ ആയിട്ട് ബഫി ലെയർ ഉണ്ടാവും. ഓക്കെ, ബഫി കോട്ട്. Okay, next one, which plasma protein is primarily responsible for maintaining osmotic balance? Okay, osmotic balance maintain ചെയ്യുന്ന ആൾ ആരാണ്? Options are fibrinogen, option B globulin, option C albumin, option D protein. So പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു പോവാം. പെട്ടെന്ന് യെസ്, വെരി ഗുഡ്. ആൽബുമിൻ അല്ലേ? ആൽബുമിൻ ആണ്. കാരണം ആൽബുമിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ അല്ലേ? ആൽബുമിൻ ആണ്. ഓസ്മോട്ടിക് അല്ലെങ്കിൽ ഓൺകോട്ടിക് ബാലൻസ് കൊടുക്കും. സോ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം അല്ലെ, ആൽബുമിൻ എന്ന് പറയുന്നത് എന്ത്? ഒരു ഓൺകോട്ടിക് പ്രഷർ. ഓക്കെ, ഓൺകോട്ടിക് പ്രഷർ, ഓൺകോട്ടിക് പ്രഷർ. എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെ നമ്മുടെ ഇതില് ബ്ലഡ് എൻട്രി ഈ വഴിയിൽ എൻട്രി ചെയ്യും. ആൻഡ് ഹിയർ ഫൈബ്രിനോജ് എന്താണ്? ആൽബുമിൻസ് അല്ലെ, പ്രോട്ടീൻസ് ഉണ്ടാവും, ടു ലാർജ് ആയിട്ടുള്ള. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ എസ്കേപ്പ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവന്മാരാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന ഓൺകോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ദേ ക്യാൻ ബാലൻസ്, രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ബാലൻസ് ചെയ്ത് പിടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ പറയുന്ന ആൽബുമിൻ, ടു ലാർജ് ആയിട്ടുള്ള ആൽബുമിൻ എന്ന് പറയുന്നത്. സോ ഓൺകോട്ടിക് പ്രഷർ, അതായത് ഉള്ളിലുള്ള ഓൺകോട്ടിക് പ്രഷറും ആൻഡ് ആ ഒരു അതായത് പുറത്തേക്ക് പോവാതെ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉള്ളിലും ആൻഡ് ഓൺകോട്ടിക് പ്രഷർ പുറത്തും. ഓക്കെ, ആ ഒരു ബാലൻസിനെയാണ് ഇവര് എന്ത് ഈ ആൽബുമിൻ എന്ന് പറയുന്ന ആള് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇവിടെ കാണാം ആൽബുമിൻ. ഇനിയിപ്പോ ആൽബുമിൻ കുറവാണെങ്കിൽ, അതായത് പ്രോട്ടീൻ എന്താ സംഭവിക്കുന്നത്? ഓൺകോട്ടിക് പ്രഷർ അവിടെ കുറയും അല്ലെ? ഒക്കെ ബോഡി ടിഷ്യൂസിൽ കളക്ട് ആയിട്ട് ഇങ്ങനെ വീർത്തതായി മാറും. നമ്മുടെ കാലും കൈയൊക്കെ ഇങ്ങനെ വരും. ലൈക്ക് ബേൺസ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, കിഡ്നി ഡിസീസിലൊക്കെയാണ് ഈ പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എറിത്രോസൈറ്റ് ബിഫോർ ഇറ്റ് ഡിസ്ട്രോയിഡ് ഇൻ ദ സ്പ്ലീൻ? സോ നമുക്കറിയാം, യെസ്, 120 days. ബാക്കി ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. 120 days ആണ് നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്
Which type of white blood cell is the most abundant in human blood? So most abundant ആയിട്ടുള്ളത് ഏതാണ്? Monocytes ആണോ, basophils ആണോ, eosinophils ആണോ, neutrophils ആണോ? Yes, very good. So എന്താണ്? ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മുടെ ന്യൂട്രോഫിൽസ്, ഡി ആണ്. ഓക്കെ, ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ന്യൂട്രോഫിൽസ് നമ്മൾ ഒരു എന്താണ് അബണ്ടസിറ്റിന്റെ ഓർഡർ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നെവർ ലെറ്റ്, സോ നേരത്തെ ഉള്ളവർക്ക് അറിയായിരിക്കും, നെവർ ലെറ്റ് monkeys eat banana. ഓക്കെ, സോ ഇതില് ഫസ്റ്റത്തെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, സോ എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ് ആൻഡ് ബേസോഫിൽസ്. ഓർഡർ ആണ്. Basophils are involved in inflammatory reactions by secreting which of the following substance? ഏതാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ആന്റിബോഡീസ് ആണോ, ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ ആണോ, അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ, അല്ലെങ്കിൽ ഫൈബ്രിനോജൻ? സോ എന്താണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത്? ദേ ആർ സെക്രീറ്റിംഗ് ഹിസ്റ്റാമിൻസ്, സെറോട്ടോണിൻ. അല്ലെ, അലർജിക് റിയാക്ഷനിലൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എന്താണ്? ബേസോഫിൽ സെക്രീറ്റ്സ് ഹിസ്റ്റാമിൻസ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. Okay, next one. Platelets or thrombocytes are cell fragments produced from specialized lymphocytes. Option B, megakaryocytes. Option C, monocytes. And option D, erythrocytes. Yes, and that platelets അല്ലെങ്കിൽ thrombocytes are cell fragments that are produced from, yes, എവിടെയാണ്? megakaryocytes അല്ലെ, ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് അല്ലെ. ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ബോൺ മാരോ. ഓക്കെ, നെക്സ്റ്റ് വൺ. വൈ ഈസ് ദ ബ്ലഡ് ഗ്രൂപ്പ് O കോൾഡ് ദ യൂണിവേഴ്സൽ ഡോണർ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ എന്ന്? ഓപ്ഷൻസ് ആർ, ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് A and B antigen. Option B, it lacks both anti-A and anti-B antibodies in the plasma. It has no surface antigens A or B on the RBC. And option D, it contains the highest number of red blood cells. So O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ എന്തുകൊണ്ടാ പറയുന്നത്? ബിക്കോസ് അവരുടെ സർഫസില് ഒരു തരത്തിലെ ആന്റിജൻസും പ്രസന്റ് അല്ല. ബി പറയുന്ന ആന്റിജൻസും പ്രസന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Erythroblastosis fetalis can occur when there is an Rh incompatibility between. കേട്ടിട്ടുണ്ടല്ലേ? സോ അതിന്റെ ആ ഒരു കണ്ടീഷൻ എന്താണ് അതിന്റെ ഒരു കണ്ടീഷൻ? മദർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫീറ്റസ് എങ്ങനെയായിരിക്കണം, അതിന്റെ കണ്ടീഷൻ എന്താ? ഓപ്ഷൻ Rh positive mother and Rh negative fetus. B, an Rh negative mother and Rh positive fetus. C, 2 Rh positive parents. And D, 2 Rh negative parents. So എന്തായിരിക്കും വരിക? എറിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസിസ് എന്ന് പറയുന്നത് അമ്മ എപ്പോഴും Rh നെഗറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ദ ചൈൽഡ് ഇസ് Rh പോസിറ്റീവ്, ഫാദർ Rh പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനാണ് എന്താണ്? ഫസ്റ്റ് ഡെലിവറിക്ക് കുഴപ്പമില്ല, ബട്ട് സബ്സിക്വന്റ് ഡെലിവറിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. Which ion plays a very important role in the process of blood clotting? ഏതാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ഓക്കെ, 12th സ്റ്റാൻഡേർഡ്, 11th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമുക്കറിയാം അല്ലെ എന്താണ് കാൽസ്യം അല്ലെ? ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന കാൽസ്യം. നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് സെറം?
What is serum? Options: blood without RBC, B, plasma without clotting factors, C, lymph fluid found in tissues, and D, formed elements plus cells. So എന്തായിരിക്കും serum എന്ന് പറഞ്ഞാല്? Yes, serum എന്ന് പറഞ്ഞാൽ എന്താ? സെറം എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, പ്ലാസ്മ അല്ലെ? പ്ലാസ്മയില് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒന്നും പ്രസന്റ് ആയിട്ടില്ലാത്തതാണ് നമ്മൾ coagulation and clotting factors. Okay, next one, fats are absorbed from the intestinal villi through the lymphatic system. So ഏത് സ്ട്രക്ചറിലെ കൂടെ നമ്മൾ ഈ ഫാറ്റ്സ് ഒക്കെ lacteals ആണോ and so ഏതാണ് are absorbed from the intestinal villi through which structures in the lymphatic system? Yes, lacteals അല്ലെ? lacteals. So നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം. lacteals എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ villi എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് നമ്മുടെ villi എന്ന് പറയുന്നത് അല്ലെ? സോ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ആളാണ് ഈ പറയുന്ന lacteals. ഓക്കെ, സ്പെസിഫിക്കലി ഫാറ്റ്സ് അബ്സോർബ് ചെയ്യുന്നതാണ് ലിംഫിലെ കൂടെ. ഓക്കെ, that are present in the എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? intestinal villi. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക lacteals. Next one, which group of chamber heart consisting of 2 atria and single ventricle? So 3 chamber. ഓക്കെ, അതില് 2 ആട്രിയും ഒരു സിംഗിൾ വെൻട്രിക്കിളും ഉള്ളത് ഈ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻസ് ആർ ഫിഷസ്, ഓപ്ഷൻ ബി ബേർഡ്സ് ആൻഡ് മാമൽസ്, ഓപ്ഷൻ സി amphibians and most reptiles, ഓപ്ഷൻ ഡി crocodiles. സോ ആരായിരിക്കും? യെസ്, amphibians and most reptiles. ഓക്കെ, സോ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. amphibians and most reptiles. So amphibians like frogs, okay, and most reptiles like snakes, chambered. പക്ഷെങ്കിൽ മാമൽസ് ഒക്കെ 4 chambered അല്ലേ? എക്സെപ്ഷണൽ ഉണ്ട്, ലൈക്ക് ക്രോക്കോഡൈൽസിനൊക്കെ 4 chambered, 3 chambered, then snakes, turtles, lizards, ഇതിനൊക്കെ chambered. Next, the tricuspid valve yes, tricuspid valve. നമ്മളെ ഹാർട്ടിലില്ലേ tricuspid valve എന്ന് പറയുന്ന എന്തിന്റെ ഓപ്പണിങ്ങിനെയാണ് അവർ എന്താണ്? ഇറ്റ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ, എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റിലത്തെ ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിലാണോ? then B, right atrium and right ventricle, then C, right ventricle pulmonary artery, and D, left ventricle and aorta. So എവിടെയായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക? എവിടെയായിരിക്കും? യെസ് യെസ്, എവിടെയാണ്? യെസ്, വെരി ഗുഡ്. റൈറ്റ് ആട്രിയ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ? ഹാർട്ട് നിങ്ങൾ എപ്പോഴും ലെഫ്റ്റും റൈറ്റും കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ റൈറ്റ്, ഓക്കെ, നമ്മുടെ റൈറ്റ് ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ചിത്രം വരക്കുവാണെങ്കിൽ ആ വരക്കുന്നത്, അതായത് നമ്മളുടെ കൈ അല്ലെ, നമ്മളിപ്പോ ചിത്രം വരക്കുമ്പോ റൈറ്റ് ഏതാണോ അത് തന്നെയാണ് പിക്ചർത്തെ റൈറ്റ്. ക്ലിയർ? നമ്മളിപ്പോ വരക്കുന്ന ഏതാണോ, അതായത് ഇപ്പോ വരക്കുന്നത്, ഓക്കെ, ഹാർട്ട് വരക്കുന്നത്, ഇപ്പൊ നമ്മളൊരു ഹാർട്ട് വരക്കുന്നു, ഓക്കെ, ഹാർട്ട് വരക്കുന്നു, ഇങ്ങനെ ഹാർട്ട് വരക്കുന്നു. സോ ഇതൊരു ഹാർട്ടാണ് വിചാരിക്കുക. സോ ഈ ഹാർട്ടില്, അതായത് ഈ ഹാർട്ടിന്റെ ലെഫ്റ്റും റൈറ്റും എപ്പോഴും കൺഫ്യൂഷൻ ആണല്ലേ? സോ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ ഏതാണ് റൈറ്റ്? ഇതാണ് ഹാർട്ടിന്റെ റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ക്ലിയർ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, കിട്ടും അപ്പോ. യെസ്,
Next, why is the sinoatrial node SAN called the pacemaker of heart? എന്തുകൊണ്ടാണ് SAN sinoatrial node ന pacemaker എന്ന് പറയുന്നത്? It filters the blood entering the heart. Option B, it prevents the backward flow of blood. Option C, it generates the maximum number of action potentials to maintain rhythmic activity. Option D, the atria to ventricles. So ഏതാണ്? Yes, it generates the maximum number of action potential. Okay, it is അത് സ്വന്തമായിട്ടുള്ള ഒരു റിത്തമിക് മോഡിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, കൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഒക്കെ ഹാർട്ടിന്റെ ഇനീസിയേഷനും ആ ഒരു ഹാർട്ട് റിത്തമിക് കൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന പേസ് മേക്കർ ആണ്. ഓക്കെ, next one, what is the approximate duration of a single cardiac cycle in the healthy individual? So approximate duration ആണ് 0.1 second ആണോ 0.5, 0.8 and 1.2 seconds. So പഠിച്ചു വെക്കുക, ഇങ്ങനത്തെ questions ഒക്കെ പഠിച്ചു വെക്കുക. Okay, yes, 0.8 seconds ആണ്. Yes, very good. 0.8 seconds ആണ്. 0.8 seconds duration of cardiac cycle. The first heart sound, that is the lub, is associated with lub എന്ന് പറയുന്നത് ഏതാ? The opening of the semilunar wall. Option B, closure of the bicuspid wall. Option C, the relaxation of the atria. And option D, the closure of the semilunar walls. So എന്തായിരിക്കും ആൻസർ? Yes, the closure of tricuspid അല്ലെ, ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൾവിന്റെയും ആ ക്ലോഷറിനെ നമ്മള് ലബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലബ് എന്ന് പറയുന്നത് ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് വാൾ. ലബ് എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ സൗണ്ട് ആണ് സെമി യെസ് ക്ലോസ് ചെയ്യുന്നത് അല്ലെ. ക്ലോഷർ ഓഫ് ദ സെമിലൂണർ വാൾസ് ആണ് ഈ പറയുന്ന ഡബ്. ഓക്കെ, in the standard ECG, the QRS complex represents. So നമുക്കറിയാം അല്ലെ, PQRS അല്ലെ, QRS ഒക്കെ ഉണ്ട്. സോ ആ ഒരു പീക്കിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തായിട്ടാണ്? ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ ആണോ? Option C, depolarization of the ventricles. And option D, atrial relaxation. So in the ECG, the QRS complex represents. So QRS എന്താണ് represent ചെയ്യുന്നത്? Yes, ventricles ന്റെ depolarization ആണ് represent ചെയ്യുന്നത് അല്ലേ? Ventricles depolarization. Next one, the end of the T wave എന്താ represent ചെയ്യുന്നത്? Beginning C, peak of atrial contraction. And option D, start of the cardiac cycle. Yes, so systole അല്ലെ, diastole, systole എന്തിനാണ് ഈ T represent ചെയ്യുന്നത്? ഓക്കെ, റിട്ടേണിംഗ് ടു ദ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയും. അതാണ് നമ്മുടെ എൻഡ് ഓഫ് സിസ്റ്റോൾ. ഓക്കെ, എൻഡ് ഓഫ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ലെയർ ഓഫ് ആൻ artery or vein is composed of smooth muscles and elastic fibers? So നമ്മുടെ എന്താണ് ആർട്ടറി അല്ലെങ്കിൽ വെയിൻസ്, ഇതൊക്കെ എന്താണ് കുറെ ലെയേഴ്സ് ഓഫ് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുവാണല്ലേ. സോ ഇതിൽ പറയുന്നതില് ഏതാണ് എന്താണ് സ്മൂത്ത് മസിൽസ് ആൻഡ് ഇലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ചോദ്യം. ഓക്കെ, സോ ഏതാണ്? ട്യൂണിക്ക ഇന്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ ആൻഡ് പെരികാർഡിയം. സോ പെരികാർഡിയം അല്ല അല്ലെ, പറയാ പെരികാർഡിയം. ബട്ട് ഈ ഇന്റിമ മീഡിയ എക്സ്റ്റേണ അതിൽ തന്നെ ഉണ്ടല്ലേ ഓരോ ലെയർ. സോ മീഡിയ അല്ലെ, ട്യൂണിക്ക മീഡിയ ആണ് ആ ഒരു മിഡിൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെയാണ് നമ്മുടെ സ്മൂത്ത് മസിൽസും ഓക്കെ അതൊക്കെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം.
സോ ലൂമൻ അല്ലെ, നമ്മുടെ ലൂമൻ ബ്ലഡ് ഇന്നർ പോർഷനിലെ ഇന്റിമ എന്ന് പറയുന്നത്. ഓക്കെ, ആന്റോണിക്ക മീഡിയ ദ മിഡിൽ വൺ, അവിടെയാണ് എന്ത് ഇലാസ്റ്റിക് മെംബ്രെയിൻ, സ്മൂത്ത് മസിൽ, ഇലാസ്റ്റിക് മെംബ്രെയിൻസും കാര്യങ്ങളും സ്മൂത്ത് കാര്യങ്ങളും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെ മീഡിയയിലാണ്. ആൻഡ് എക്സ്റ്റേണൽ ഔട്ടർ മോസ്റ്റ് വൺ. ഇപ്പുറത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, അതായത് ഈ ഒരു ലൂമൻ. ഓക്കെ, ഈ ഒരു ലൂമനിലെ കൂടെ എന്താ ആർട്ടറി വരാം, വെയിൻസ് വരാം അല്ല, ഈ ഒരു ലൂമനിലെ കൂടെ. സോ ദ മോസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഔട്ടർ ലെയറിലാണ് നമ്മുടെ ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ട്യൂണിക്ക മീഡിയയിലാണ് സ്മൂത്ത് മസിൽസ്, ഇലാസ്റ്റിക് ഫൈബേഴ്സും അതൊക്കെ പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് എൻഡോത്തീലിയം, സബ് എൻഡോത്തീലിയം ലെയേഴ്സ്, ഇന്റേണൽ ഇലാസ്റ്റിസിറ്റും കാര്യങ്ങളൊക്കെ പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? ഇന്റിമ. ഓക്കെ, ഇന്റേണൽ ഇന്റിമ, ട്യൂണിക്ക ഇന്റിമേൽ. ക്ലിയർ? സോ ഇതാണ് എന്താണ് നമ്മുടെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞ ഓപ്ഷൻ അല്ലേ, അത് നമുക്ക് മനസ്സിലാവും. സോ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നെക്സ്റ്റ് വൺ, why human heart referred to as myogenic? എന്തുകൊണ്ടാണ് myogenic എന്ന് പറയുന്നത്? Options are, it is controlled entirely by the brain. Option B, it requires external stimuli to beat. Option C, its normal activities are regulated intrinsically by specialized nodal tissues. Option D, it is made of skeletal muscles. So why is the human heart referred to as myogenic? Myogenic എന്തുകൊണ്ടാ myogenic എന്ന് പറയുന്നത്? യെസ്, ബിക്കോസ് അതിന് സ്വന്തമായിട്ട് അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോഡൽ ടിഷ്യൂസ് വഴി ഇൻട്രൻസിക്കലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അതുകൊണ്ടാണ് അതിനെ മയോജനിക് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഇറ്റ്സ് നോഡൽ ആക്ടിവിറ്റീസ് ആർ റെഗുലേറ്റഡ് ഇൻട്രൻസിക്കലി ബൈ സ്പെഷ്യലൈസ്ഡ് nodal tissues. Clear? Next one. Hypertension is clinically diagnosed if repeated blood pressure checks are at or above. എത്രയാണ്? at or above. എത്രയാണ് hypertension എന്ന് പറയുമ്പോൾ? യെസ്, എത്രയാണ്? 120/80 ആണോ, 110/70 ആണോ, 140/90? സോ നമുക്കറിയാം അല്ലെ, 120/80 എന്ന് പറയുന്നത് എന്താ? നോർമൽ ആണ് അല്ലേ. ദെൻ ഹൈപ്പർ ടെൻഷൻ 120/80 എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ റേഞ്ച് ആണ്. ആൻഡ് 140/90 ഒക്കെ വരുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. നെക്സ്റ്റ് വൺ, atherosclerosis is a condition where movement of the arteries becomes narrow due to the deposits of. So atherosclerosis. Okay, and options are vitamin C and iron. Option B, calcium, fat, cholesterol and fibrous tissues. Option C, RBC and platelets. Option D, glucose and minerals. So എന്താണ് എന്തിന്റെ deposition കാരണമാണ്? Yes, fats, കൊളസ്ട്രോൾ അല്ലെ, ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ ഡെപ്പോസിഷൻ കാരണമാണ് അതെറോസ്ക്ലിറോസിസ്, അവിടെ ബ്ലോക്കേജ് സംഭവിക്കുന്നത് ആർട്ടറീസിൽ. ഓക്കെ, സോ സി ആണ് ആൻസർ. അല്ലെങ്കിൽ എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ അതെറോസ്ക്ലിറോസിസ് ഇൻവോൾവ്സ് ദിസ് ഡെപ്പോസിഷൻ മസിൽസ് അല്ലെ, അതിന്റെ ആ ഒരു What is the primary difference between heart failure and cardiac arrest? എന്താണ് ഹാർട്ട് ഫെയിലറും കാർഡിയാക് അറസ്റ്റും എക്സ്ട്രീംലി രണ്ടാണ്. സോ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് ആർ, ഹാർട്ട് ഫെയിലർ is sudden, cardiac arrest is gradual. Okay, B, heart failure is when the heart doesn't pump effectively. Cardiac arrest is when the heart stops beating. Option C are the same condition. Option D, heart failure only affects the lungs.
സോ എന്താണ് വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർട്ട് ഫെയിലിയർ ആൻഡ് കാർഡിയാക് അറസ്റ്റ്? എന്താണ് ആൻസർ വരുക? യെസ്, ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോ എന്താണ് അവിടെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാർട്ടിന് ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഹാർട്ട് ഫെയിലിയർ. ആൻഡ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന പോലെ അവിടെ പമ്പിങ് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന. ക്ലിയർ? ഓക്കെ ഓക്കെ, ഹ്യൂമൻ ഹാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ വിളിക്കുന്ന പേരെന്താണ്? പെരികാർഡിയം അല്ലെ, പെരികാർഡിയം. ആൻഡ് അവരുടെ ഫ്ലൂയിഡിന്റെ പേരെന്താ? ഒരു എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെ. ഞാൻ റൈറ്റും ലെഫ്റ്റും ഹാർട്ട് അല്ലെ പറഞ്ഞു. ചേംബേഴ്സ് ഉണ്ട്, 4 ചേംബേഴ്സ് ഉണ്ട്. ആർട്രിയ 2 ആർട്രിയ ഉണ്ട്. തിൻ വോൾഡ് ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി തിക്ക് ആയിട്ടുള്ള വെൻട്രിക്കിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഈ റിസ്റ്റിന്റെ സൈസ് ആയിരിക്കും, നമ്മളിങ്ങനെ ക്ലഞ്ച് ചെയ്ത് വെച്ച റിസ്റ്റിന്റെ സൈസ് ആയിരിക്കും നമ്മുടെ ഹാർട്ട്. ഓക്കെ, then septa, that is the walls. Okay, walls നെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്റർ ആട്രിയൽ സെപ്റ്റം ഉണ്ട്, പിന്നെ അതുപോലെ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ആൻഡ് ആട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. ഓക്കെ, സോ ഇതില് ഇന്റർ ആട്രിയൽ സെപ്റ്റം പറയുമ്പോ റൈറ്റ് ലെഫ്റ്റ് ആട്രിയനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് പറയാ. ആൻഡ് ഇന്റർ വെൻട്രിക്കുലർ എന്ന് പറയുമ്പോ യെസ് ലെഫ്റ്റ് റൈറ്റ് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ആട്രിയോവെൻട്രിക്കുലർ സെപ്റ്റം എന്നുണ്ട്, വെൻട്രിക്കിൾസ്. ജസ്റ്റ് ആ പേരിൽ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും അല്ലേ. സോ അതാണ്. ഓക്കെ, അത് തിരിച്ചു പോവാൻ അതായത് തിരിച്ചു വരാൻ പറ്റില്ല. ഓക്കെ, അങ്ങോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വാൾവ് എൻഷുർ വൺ വേ ബ്ലഡ് ഫ്ലോ ആൻഡ് പ്രിവെന്റ് ബാക്ക്വേർഡ് മൂവ്മെന്റ്. ഓക്കെ, അവിടെ ബാക്ക്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. ഓക്കെ, വൺ വേ മൂവ്മെന്റ് മാത്രമാണ്. സോ ആരൊക്കെ ഇല്ലേ? tricuspid, then bicuspid, then semilunar wall. So tricuspid എന്ന് പറയുന്നത് എവിടെയാണ്? റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലാണ് ഈ പറയുന്ന tricuspid വാൾവ് ഉള്ളത്. ക്ലിയർ? tricuspid വാൾവ്. ഓക്കെ, ആൻഡ് ബൈകസ്പിഡ് അല്ലെങ്കിൽ മെട്രിയൽ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, സോ ട്രൈകസ്പിഡ് എന്ന് പറയുന്നത് റൈറ്റും ആൻഡ് ബൈകസ്പിഡ് എന്ന് പറയുന്നത് ലെഫ്റ്റും. ക്ലിയർ ആണോ? ഓക്കെ, ആട്രിയ വെൻട്രിക്കിൾ ട്രൈ, ദെൻ അതായത് റൈറ്റിലത്തെ ആൻഡ് ലെഫ്റ്റിലത്തെ ബൈ. ഓപ്പണിംഗ് ഓഫ് വെൻട്രിക്കിൾ അയോട്ട. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സെമിലൂണർ walls, that is it got the opening of the ventricles into the pulmonary artery and aorta. Clear? Next നമ്മൾ വേറൊരു കാര്യം പഠിച്ചു വെക്കേണ്ടത് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സോ ആ ഒരു സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു ബ്ലഡ് വെൻട്രിക്കിളിന് പമ്പ് ഔട്ട് ചെയ്യുന്ന ആ ഒരു അപ്രോക്സിമേറ്റ് വോളിയം എന്ന് പറയുന്നത് 70 ml ആണ്. 70 ml ഓഫ് ബ്ലഡ് ആണ്. ഓക്കെ, ml എത്ര ഒരു മിനിറ്റിൽ എത്ര ബീറ്റ് ചെയ്യുന്നുണ്ട്? 70 എത്രയാണ് വരിക? 1000 ml വരും. സോ 1000 ml എന്ന് പറഞ്ഞാല് എത്ര ലിറ്റേഴ്സ് ആണ്? അപ്രോക്സ് 1 ലിറ്റർ ആണല്ലേ? സോ 1000 ml എന്ന് പറയുമ്പോൾ 5 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 5 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? യെസ്, 5 എത്രയാ വരിക? 5040 milliliters എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് 5 ലിറ്റേഴ്സ് ആണ് വരിക. ഓക്കെ, സോ 5 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് എന്താണ് ആവറേജ് ഹെൽത്തി അഡൾട്ടിന്റെ ബ്ലഡ് ഓക്കെ പമ്പ് ചെയ്യുന്നത്. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്തതാണ്. സോ നിങ്ങൾ എഫക്റ്റീവായി പഠിക്കുക. കുറച്ച് ടൈം എടുത്ത് പഠിക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ എഫക്റ്റീവായി തന്നെ പഠിക്കുക. ഓക്കെ, പ്രൊഡക്റ്റീവായി പഠിക്കുക. എത്ര ടൈം എടുത്തു എന്നല്ല, എത്രത്തോളം നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു പോർഷൻ സുവോളജിത്തെ പോർഷൻ
സർക്കുലേറ്ററി സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള Q&A ആണ് നോക്കിയത്. സോ എല്ലാവരും ഒന്നും കൂടിയും ഈ ഒരു പോർഷൻ നോക്കുക. ഓക്കെ, ഒരു ജസ്റ്റ് ഒന്ന് ഇന്ന് റിവൈസ് ചെയ്ത് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട്